ഫാൻസ് ഷോയുടെ ആവശ്യമില്ലെന്ന് പറയാൻ നേരത്തെ ഒരു ഇന്റർനാഷണൽ സ്റ്റഫാണ് കണ്ടിറങ്ങിയത്. അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടിനായിട്ട് ഞാൻ വെയിറ്റിംഗ്. അത് നല്ല പടമാണ്, എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. മോഹൻലാലിന്റെ ഒരു ചൈനീസ് സമുറായി അത് കണ്ടവർക്ക് ഇത് പെടും. ഈ ഫാൻസുകാരുടെ കൂടെ നിന്ന് കാണാതിരിക്കും നല്ലത്. ഇന്ന് തിയേറ്റർ ഒഴിഞ്ഞു കിടന്നു, പക്ഷേ ഈ ഫാൻസുകാർ കാരണം മോഹൻലാലിൻ്റെ പരാജയം മോഹൻലാലിൻ്റെ ഫാൻസുകാരെ ചുമ്മാ മമ്മൂട്ടിയൊക്കെ മാറിയ പോലെ തന്നെ മാറണം. കാരണം മമ്മൂട്ടിയുടെ ഫാൻസുകാർ ആ പുള്ളിക്കാരൻ അതിലേക്ക് അഡോപ്റ്റായി. കാരണം പുള്ളിക്കാരൻ നല്ല ഇൻ്റർനാഷണൽ സ്റ്റഫ് കൊണ്ടുവരുമ്പോൾ ആ ഫാൻസുകാർ അഡോപ്റ്റായി. ഇത് മാറേണ്ട സമയം കഴിഞ്ഞു. ഫാൻസുകാർ മാറണം. ഒരു ഫാൻസ് ഷോയുടെ ആവശ്യമില്ലെന്ന് പറയാൻ നേരത്തെ ഒരു ഇന്റർനാഷണൽ സ്റ്റഫാണ് കണ്ടിറങ്ങിയത്. അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടിനായിട്ട് ഞാൻ വെയിറ്റിംഗ്. അത് മലയാളത്തിൽ ഇതുവരെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു LJP പടം. ഞാനൊരു LJP ഫാനാണ്. LJP പടം അല്ലാതെ ചുമ്മാ ഈ ഫാൻസുകാർക്ക് വേണ്ടി ഇറക്കിയ പടമല്ലത്. എനിക്ക് കണ്ടത് ഞാൻ ചൈനീസ് സമുറായി ആ ഒരു വെസ്റ്റേൺ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഈസ്റ്റേൺ, ഒരു വെസ്റ്റേണിലോട്ട് പോകുന്നില്ല, ഒരു ഈസ്റ്റേൺ, അതായത് ചൈനീസ് ജാപ്പനീസ് പഴയ ഒരു സമുറായി, പിന്നെ അതോടൊപ്പം തന്നെ LJPയുടെ ഒരു മാസ്റ്റർ പീസും കൂടെ ആയപ്പോൾ പടം ഗംഭീരമാണ്. എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡാണ്. അത് ആ LJPയുടെ ഫാനായതുകൊണ്ടും ആ ഒരു ജേണർ ഇഷ്ടപ്പെടുന്നതുകൊണ്ടും സാറ്റിസ്ഫൈഡാണ്. അടിപൊളി ഫാനാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടു. പടം നല്ല പടമാണ്, എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. മോഹൻലാലിൻ്റെ നല്ല അഭിനയമായിരുന്നു. കൊള്ളാം. നല്ല ഇന്ന് മോഹൻലാൽ കുഴപ്പമില്ല, റെഡിയാണ്. എല്ലാം ഇല്ല പാടിക്കില്ല. ഓക്കെ നല്ല കുഴപ്പമൊന്നുമില്ല, കണ്ടിരിക്കാം. ഇഷ്ടപ്പെട്ടു. കേട്ടത് നെഗറ്റീവ് റിവ്യൂ ആയിരുന്നു. പിന്നെന്തായാലും പോയി കണ്ടാക്കാന്ന് പറഞ്ഞ് വന്നതാണ്. കണ്ടിട്ട് ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ലായിരുന്നു, എന്തൊക്കെയോ തോന്നി ചിലപ്പം പടം നന്നാകുമെന്ന്. പക്ഷേ സെക്കൻഡ് ഹാഫ് ആയപ്പം നമ്മളിങ്ങനെ മുമ്പത്തെ പോലെ അല്ലാതെ വേറെ രീതിയിലൊക്കെ അവിടെയാണ് അതൊക്കെ പോയി. ക്ലൈമാക്സ് പോർഷൻ കൊള്ളായിരുന്നു. പക്ഷെ അത് ഉണ്ട്. പക്ഷേ പ്രതീക്ഷ എന്ന് പറയുന്നത് എന്തുവാ, ഇപ്പം ഫസ്റ്റ് ഹാഫ് തന്നെ നമുക്ക് പ്രതീക്ഷ രീതിയിലല്ലോ വന്നത്. സെക്കൻഡ് ഹാഫിൽ എന്ത് പുള്ളി ഉദ്ദേശിച്ചതും ഇത് ഇപ്പം നമ്മൾ ആദ്യം ഫസ്റ്റ് ഹാഫ് ഉണ്ടപ്പോൾ വിചാരിച്ച് മറ്റേ സ്പഗട്ടി വെസ്റ്റ് മറ്റേ അതേപോലെ എന്തെങ്കിലും പഴയ സ്ലോ ആയിട്ട് ഇതായിട്ടൊക്കെ പോകുന്ന അതെ സ്റ്റൈലുള്ള കാര്യം അങ്ങനെയൊക്കെ വിചാരിച്ചു. പക്ഷേ കുറച്ച് അതാണ് മെയിൻ സാധനം. നമ്മൾ എന്തൊക്കെ ചെയ്ത് വെച്ചാലും കണക്ട് ആകണ്ടേ, അത് ആയില്ല. അതാണ് മെയിൻ സാധനം. ഇപ്പം സ്റ്റോറിയൊക്കെ കുഴപ്പമില്ല. അല്ല, സ്റ്റോറി കുഴപ്പമുണ്ട്, കുഴപ്പമില്ലെന്നല്ല, കുഴപ്പമുണ്ട്. അങ്ങനെയൊക്കെ വേണേൽ പറയാം. ഇതുവരെ ഷൂട്ട് ചെയ്യാത്ത രീതി ഇവർ തമ്മിൽ ഈ ശത്രുത ഉണ്ടാകുന്ന സീനൊക്കെ ഉണ്ട്. വേണമെങ്കിൽ പറയാം BGM വിട്ട് ക്ലൈമാക്സിൻ്റെ. പക്ഷെ അവർ വേറെ രീതിയിലാണ് എടുക്കാൻ നോക്കി. പക്ഷേ എന്തൊക്കെ ചെയ്താലും നമ്മളുമായിട്ട് കണക്ട് ആണല്ലോ. അതാണ് വേണം ഈ പറഞ്ഞ കണക്ക് പുള്ളി പറഞ്ഞ കണക്ക് വേണമെങ്കിൽ മറ്റേ എന്തുവാ ഇതുണ്ടല്ലോടാ, അതായത് പഠിക്കാനുള്ള സെറ്റപ്പ് സ്കോപ്പ് സിനിമ കാണുന്നവർ പഠിക്കാനായിട്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ സംഭവം കൊള്ളാം. അതെ, പിന്നെ വേറെ രീതിയിലൊക്കെ നോക്കുകയാണെങ്കിൽ കൊള്ളാം. പക്ഷേ നമ്മൾ നോക്കുന്നത് എന്തുവാ, നമ്മൾ വന്നിരുന്ന് കണ്ടപ്പം ഒരു ഇത് കൊള്ളാമെന്നും പറയാൻ പറ്റത്തില്ല, കൊള്ളത്തില്ല എന്നും പറയാൻ പറ്റാത്ത ഒരു ചില പടങ്ങൾ. പക്ഷേ മരക്കാരോട് ഇനം പോലൊന്നുമില്ല, ഒരു ക്വാളിറ്റി ഉണ്ട്.